കൊടുവള്ളി എം.എൽ.എ. കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കി. എതിർ സ്ഥാനാർത്ഥിയായിരുന്ന എം.എ. റസാഖിനെതിരെ അപകീർത്തികരമായ വീഡിയോ പ്രദർശിപ്പിച്ചു എന്ന പരാതിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. എം.എ. റസാഖും മറ്റ് 2 വോട്ടർമാരും നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ്. അപ്പീൽ നൽകുന്നതിനായി വിധി നടപ്പാക്കുന്നത് 30 ദിവസത്തേക്ക് ഹൈക്കോടതി തടഞ്ഞു. ഇടത് സ്വതന്ത്രനായ കാരാട്ട് റസാഖ് 573 വോട്ടുകൾക്കാണ് മുസ്ലിം ലീഗിലെ എം.എ. റസാഖിനെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എൻ ശ്രീനാഥും കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദും ചേരുന്നു. ആദ്യം ശ്രീനാഥിലേക്ക്. ശ്രീനാഥ്, താൽക്കാലികമായി വിധിക്ക് സ്റ്റേ ഉണ്ടായിരിക്കുന്നു 30 ദിവസത്തേക്ക്. അതൊരു സാധാരണ നടപടിക്രമം മാത്രമാണ്. ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ എന്തൊക്കെ? വിശദാംശങ്ങൾ എന്താ? സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ പോകാനാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇടതുപക്ഷ സ്വതന്ത്ര എം.എൽ.എ. എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷവുമായി കൂടിയാലോചിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വിധിയിൽ പറയുന്ന പോലെ ഞാൻ ആരെയും വ്യക്തിഗത നടത്തിയിട്ടില്ല. അങ്ങനെ വ്യക്തിഗത നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഏതെങ്കിലും ബോഡിക്ക്, ഒന്നുകിൽ ഇലക്ഷൻ കമ്മീഷന്, അല്ലെങ്കിൽ പോലീസിന്, അല്ലെങ്കിൽ റിട്ടേണിംഗ് ഓഫീസർക്കൊക്കെ പരാതി നൽകി അങ്ങനെ ആ പരാതിക്ക് അടിസ്ഥാനത്തിൽ അന്ന് തന്നെ നടപടി സ്വീകരിക്കാമായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിഹത്യ നടത്താത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പരാതി ഇല്ലാതെ പോയത്. ഇവർ കൊടുത്തിട്ടുള്ള എവിഡൻസ് പോലും, CD പോലും വ്യാജമാണ് എന്ന് ഫോറൻസിക് റിപ്പോർട്ടുള്ളതാണ്. ആ നിലക്ക് എങ്ങനെയാണ് ഈ വിധി വന്നത് എന്നുള്ളത് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിയോജകമണ്ഡലത്തിൽ 2 വോട്ടർമാരാണ് ഇവിടെ പരാതി നൽകിയിട്ടുള്ളത്. എതിർ സ്ഥാനാർത്ഥി പരാതി നൽകിയിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തിഹത്യ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹമായിരുന്നു എനിക്കെതിരെ പരാതി കോടതിയിൽ കൊടുക്കേണ്ടിയിരുന്നത്. അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം പരാതി കൊടുക്കാതിരുന്നത്. നേരത്തെ ഞാൻ മുസ്ലിം ലീഗ് ഉണ്ടായ സമയത്ത് എന്നോട് കടുത്ത വിരോധം ഉള്ള 2 വോട്ടർമാരാണ്, മുസ്ലിം ലീഗിൻ്റെ 2 പ്രധാന നേതാക്കന്മാരാണ് എനിക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ളത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം കൊടുവള്ളി നിയോജകമണ്ഡലത്തിലുണ്ടായിട്ടുള്ള ജനവിധി ഒരു കാലഘട്ടത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. അവർ എന്നെ തേജോവധം ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ്, വ്യക്തിഗത നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഹനിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിലയ്ക്ക് തൽക്കാലം അവർക്ക് ഒരു പിടിച്ചു നിൽക്കാൻ ഒരു പിടിവള്ളി എന്നുള്ളതിലപ്പുറം ഇതിൽ കാര്യമായിട്ടുള്ള കയമ്പില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കാര്യം സുപ്രീം കോടതിക്ക് ബോധ്യമാകുന്ന പക്ഷം ഈ ഉത്തരവ് റദ്ദ് ചെയ്യാനുള്ള നടപടി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്വീകരിക്കുമെന്നാണ് ഉത്തമ വിശ്വാസമുള്ളത്. മേൽക്കോടതിയിൽ ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ വിശ്വാസമുണ്ട്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചതായി തെളിഞ്ഞുവെന്ന് കോടതി ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് വിധിന്യായത്തിൽ. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്ന് കോടതി പറഞ്ഞിട്ടില്ല. കോടതിയിലെ പരാമർശം വന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഞാൻ ഒരു CD ഇറക്കിയിരുന്നു, എൻ്റെ വികസന പ്രവർത്തനങ്ങളുമായിട്ടുള്ള CD. ആ CD ഹാജരാക്കിയിട്ടില്ല എന്നുള്ളതാണ് കോടതിയുടെ പരാമർശം. എന്നാൽ ഇവർ ഹാജരാക്കപ്പെട്ട CD അത് കോടതിയോട്ട് പരിഗണിച്ചിട്ടുമില്ല. കോടതി പരിഗണിക്കാത്ത സാഹചര്യത്തിൽ എൻ്റെ CD ഹാജരാക്കിയിട്ടില്ല എന്നുള്ളൊരു കാരണവും, അതേപോലെ ഈ പരാതിയിൽ ഉന്നയിക്കാത്ത മറ്റൊരു കാര്യം, ഞാൻ ഇറക്കിയിട്ടുള്ള CD ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്കിൽപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ് അവിടെ പരാമർശം നടത്തിയിട്ടുള്ളത്. അത് രണ്ടും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവരുടെ പരാതിയിൽ ഈ 2 കാര്യങ്ങളും ഉന്നയിച്ചിട്ടില്ല. ഉന്നയിക്കാത്ത കാര്യങ്ങളാണ് കോടതി ഒരു തെളിവായിട്ടെടുത്ത് ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും UDF-ൻ്റെത്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെത്. ആ നിലയ്ക്ക് മുസ്ലിം ലീഗിൻ്റെ UDF-ൻ്റെയും പ്രവർത്തനങ്ങൾ എനിക്കെതിരെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇടതുപക്ഷവുമായി ആലോചിച്ച് രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും നേരിടേണ്ടതുണ്ട്. തീർച്ചയായും അത് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് ക്രോഡീകരിച്ചുണ്ടാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. ഇപ്പോൾ നിയമസഭാ സമ്മേളനം തുടങ്ങാൻ പോകണം, എപ്പോഴത്തേക്ക് സുപ്രീം കോടതിയിലേക്ക് പോകാനാണ് തീരുമാനം? നിയമസഭാ സമ്മേളനം ഈ 25-ാം തീയതി നടക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 15-ആണ്. ഫെബ്രുവരി 14 വരെ ഇപ്പോൾ സ്റ്റേ ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു മാസത്തെ സമയമുണ്ട്.
എത്രയും പെട്ടെന്ന് ഇടതുപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേക്ക് പോകാനുള്ള നടപടിയാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളുടെ വാദങ്ങളൊന്നും കോടതി പരിഗണിച്ചില്ല എന്നാണോ? ഹൈക്കോടതിയിൽ നമ്മൾ ഉന്നയിച്ച വാദങ്ങളൊന്നും പരിഗണിച്ചില്ല എന്നാണോ നിങ്ങളുടെ വിലയിരുത്തൽ? കോടതി പരിഗണിച്ചില്ല, കോടതിക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രേണുക, അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് തന്റെ വാദഗതികൾ കോടതി പരിഗണിച്ചിട്ടില്ല, അല്ലെങ്കിൽ കോടതി അത് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത് എന്നാണ് രേണുക ഇപ്പോൾ കാരാട്ട് റസാഖ് നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം ഉടൻ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കും എന്നും വ്യക്തമാക്കിയിരിക്കുന്നു. ഏതായാലും ഹൈക്കോടതി ഈ വിധി പ്രസ്താവിച്ച ഹൈക്കോടതി തന്നെ ആ വിധി 30 ദിവസത്തേക്ക് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നിയമസഭാ നടപടികളിൽ പങ്കെടുക്കാം, പക്ഷേ വോട്ടെടുപ്പിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ പറ്റാനോ സാധിക്കില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് നിയമസഭാ നടപടികൾ പങ്കെടുക്കുന്നതിന് തടസ്സമില്ല. മേൽക്കോടതിയെ സമീപിക്കുന്നതിനായിട്ടാണ് 30 ദിവസത്തെ സ്റ്റേ കോടതി അനുവദിച്ചിരിക്കുന്നത്. എൻ ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത്. സുപ്രീം കോടതിയിലേക്ക് പോകാനാണ് കാരാട്ട് റസാഖിന്റെ തീരുമാനം. ഇടതുപക്ഷവുമായി ആലോചിച്ച് നടപടി കൈക്കൊള്ളും എന്ന് പറയുന്നു. വ്യക്തിഹത്യ നടത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. CD വ്യാജമെന്ന ഫോറൻസിക് റിപ്പോർട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എങ്ങനെ ഒരു വിധി ഇങ്ങനെ ഉണ്ടായി എന്നത് അറിയില്ല എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം. ശ്രീനാഥിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ മുഹമ്മദ് ഷഹീദ് കൂടി ചേരുന്നുണ്ട്. ഷഹീദ്, വ്യക്തിഹത്യ നടത്തിയിട്ടില്ല താൻ, കോടതിയിൽ തന്റെ വാദങ്ങൾ കോടതിക്ക് മനസ്സിലായിട്ടില്ല എന്ന ഒരു കാര്യവും കാരാട്ട് റസാഖ് പറയുന്നുണ്ട്. ഇതിനോടൊപ്പം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് തന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് പരാതിയില്ല, 2 വോട്ടർമാർ, തന്നോട് മുൻ വൈരാഗ്യമുള്ള 2 വോട്ടർമാരാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതൊക്കെയും സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും എന്നതാണ്. ഈ 2 എതിർ സ്ഥാനാർത്ഥി കോടതിയെ സമീപിക്കാതിരുന്ന സാഹചര്യം എന്താണ്? 2 അവിടെയുള്ള വോട്ടർമാരാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അവരുടെ പരാതിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഈ പരാതിക്കിടയാക്കിയ സംഭവങ്ങൾ, അത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രേണുക, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായ MA റസാഖിനെതിരെ കാരാട്ട് റസാഖ് വ്യാജ പ്രചരണം നടത്തി, വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ള പ്രചരണം നടത്തിയെന്നാണ് പ്രധാനമായും ഈ പരാതിയിൽ ഉന്നയിക്കുന്നത്. അതായത് ഈ MA റസാഖ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കിഴക്കോത്ത് പഞ്ചായത്ത് അംഗമായിരിക്കെ 2000 കാലഘട്ടത്തിൽ കിഴക്കോത്ത് പഞ്ചായത്തിന്റെ അംഗമായിരിക്കെ ഒരു ഭവന പദ്ധതിക്ക് വേണ്ടി പണം അനുവദിക്കുന്നതിന് ഈ ഉപഭോക്താവിൽ നിന്നും കൈക്കൂലി വാങ്ങി എന്നാണ് കാരാട്ട് റസാഖിന്റെ ആരോപണമുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ആ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് അന്ന് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത്. ഈ കൈക്കൂലി ആരോപണം ഇതൊരു CD ആക്കി, ഒരു പ്രത്യേകമായ ഒരു സംവിധാനത്തിലൂടെ CD ആക്കി ഈ പ്രചരണം മണ്ഡലത്തിൽ പ്രചരിപ്പിച്ചു എന്നാണ് ഏറ്റവും പ്രധാനമായും ആരോപിച്ചിരുന്നത്. ഇത് വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ MA റസാഖിന് വ്യക്തിഹത്യ നടത്തി ഈ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണെന്നാണ് പ്രധാനമായും പരാതിയിൽ ഉന്നയിച്ചിരുന്നത്. ഈ ഒരു ദിവസം ആണ് ഇത്തരമൊരു CD പുറത്തിറക്കി മണിക്കൂറുകൾക്കകം തന്നെ അവിടെ തടയപ്പെട്ടു എന്നാണ് മുസ്ലിം ലീഗ്, കൊടുവള്ളിയിലുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത്. മുസ്ലിം ലീഗ് നേതാക്കൾ ഈ CD പ്രചരണം നടത്തുന്നത് തടഞ്ഞു. ഒപ്പം തന്നെ പോലീസിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി. അങ്ങനെ മണിക്കൂറുകൾ മാത്രമാണ് ഈ CD മണ്ഡലത്തിൽ പ്രചരിപ്പിക്കാൻ ഈ കാരാട്ട് റസാഖിന്റെ പ്രചരണ സംവിധാനത്തിൽ പ്രചരിപ്പിക്കാൻ കഴിഞ്ഞത്. എങ്കിൽ കൂടി ഇത് എതിർ സ്ഥാനാർത്ഥി MA റസാഖിനെ വ്യക്തിഹത്യ നടത്തുന്നതും വ്യാജ ആരോപണവും ആ രീതിയിൽ തയ്യാറാക്കപ്പെട്ട ഒരു CD ആണ് എന്നാണ് പ്രധാനമായും ആരോപണം. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ്. ഇത് കണക്കിലെടുത്ത് ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. ഈ ഹൈക്കോടതിയിൽ ഈ ഹർജി സമർപ്പിച്ച സമയത്ത് ഹൈക്കോടതി ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചതിന് ചോദ്യം ചെയ്ത് കാരാട്ട് റസാഖ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അതായത് ഇത്തരത്തിലുള്ളൊരു ഹർജി ഫയലിൽ സ്വീകരിക്കാൻ പാടില്ല എന്ന് വ്യക്തമാക്കി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ പിന്നീട് സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടിയാണ് സുപ്രീം കോടതി ഉത്തരവ് നൽകുകയായിരുന്നു. ഹൈക്കോടതിക്ക് ഫയലിൽ സ്വീകരിക്കാൻ കഴിയും എന്ന് സുപ്രീം കോടതി ഉത്തരവ് നൽകുകയായിരുന്നു. ഇതേ തുടർന്നാണ് പിന്നീട് ഹൈക്കോടതിയിൽ കേസ് നടപടികളുമായി മുന്നോട്ട് പോയത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനൊരു വിധി സമ്പാദിച്ചിരിക്കുന്നത്. ഇപ്പോൾ MA റസാഖ്, അതായത് കാരാട്ട് റസാഖ് ആരോപണം ഉന്നയിച്ച എതിർ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗ് MA റസാഖ് ഇപ്പോൾ നാട്ടിലില്ല. അദ്ദേഹം ഇന്ന് രാവിലെ വിദേശത്തേക്ക് പോയിരിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ MA റസാഖ് അല്ല ഈ പരാതി ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. മറിച്ച് അദ്ദേഹത്തിന്റെ പാർട്ടി, മുസ്ലിം ലീഗിൽ തന്നെ പാർട്ടി, കൊടുവള്ളിയിലെ 2 പ്രവർത്തകരാണ്, കൊടുവള്ളി മണ്ഡലത്തിൽ 2 വോട്ടർമാരാണ് ഈ പരാതി നൽകിയിട്ടുള്ളത് എന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷേ ഇതേക്കുറിച്ച് മുസ്ലിം ലീഗ് കേന്ദ്രങ്ങൾ കൃത്യമായൊരു വിശദീകരണം നമുക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഏതായാലും പാർട്ടി പ്രവർത്തകരാണ് അവർ തന്നെയാണ് പരാതി നൽകിയതെന്നുള്ള ഒരു അവകാശവാദമാണ് കൊടുവള്ളിയിലെ മുസ്ലിം ലീഗ് നേതാക്കൾ നമ്മോട് വിശദീകരിക്കുന്നത്. ഏതായാലും ഈ പരാതി പരിഗണിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ട് ഇപ്പോൾ ഉത്തരവുണ്ടായിരിക്കുന്നത്. രേണുക, ശരി, തുടരുക ഷഹീദ്.
എം ശ്രീനാഥ് കൂടി തുടരുന്നുണ്ട്. ശ്രീനാഥ്, ഇതിൽ ആദ്യം വന്ന വാർത്ത കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ട് എതിർ സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെടെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ അങ്ങനെ ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന വാർത്തകളും വരുന്നു. എന്തായാലും ഇത് റദ്ദാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ അതിന് പ്രസക്തിയില്ല. എങ്കിൽ പോലും കോടതി ഉത്തരവിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? കോടതി ഉത്തരവിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് കൊടുവള്ളിയിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നു. അതായത് കാരാട്ട് റസാഖ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നത്. അദ്ദേഹം മണ്ഡലത്തിലുടനീളം എതിർ സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോ പ്രദർശിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഇത് പ്രദർശിപ്പിച്ചത് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൃത്യമായി പാലിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് മാന്യത തന്നെയാണ്. അത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും മാതൃകയാക്കേണ്ടത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നു എന്നാണ് കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എതിർ സ്ഥാനാർത്ഥി പി എ റസാഖ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തെ വിജയിയായി പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് അംഗീകരിക്കുന്നില്ല എന്ന് കോടതി പറയുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും അതിനുശേഷം അതേ കോടതി തന്നെയാണ് 30 ദിവസത്തേക്ക് അദ്ദേഹത്തിന്റെ ഈ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. മേൽക്കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഉത്തരവ് 30 ദിവസത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഷഹീദ് തുടരുന്നുണ്ട്. ഷഹീദ്, സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്നുള്ള തർക്കത്തെ തുടർന്നാണ് മുസ്ലിം ലീഗ് വിട്ട് കാരാട്ട് റസാഖ് പുറത്തുവരികയും ഇടത് പിന്തുണയോടുകൂടി മത്സരിച്ച് ലീഗ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുകയും ചെയ്തു. ആ രീതിയിൽ വളരെ ചർച്ചയായ തെരഞ്ഞെടുപ്പായിരുന്നു, വാശിയേറിയ പോരാട്ടമായിരുന്നു. UDFന്റെ ഉറച്ച കോട്ടയിൽ വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നത് കാരാട്ട് റസാഖിനെ സംബന്ധിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ചും അഭിമാനിക്കാവുന്ന നേട്ടമായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് കോടതി ഇടപെട്ട് റദ്ദാക്കിയിരിക്കുന്നു എന്ന് വരുമ്പോൾ അത് വലിയ തിരിച്ചടിയുമാണ്. അതുകൊണ്ട് തന്നെ ഈ കോടതി നടപടികളുടെ രാഷ്ട്രീയമായ പ്രാധാന്യം ഏത് വിധത്തിലാണ്? രേണുക സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയായിരുന്ന കൊടുവള്ളി 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കൊടുവള്ളിയിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നും രാജിവെച്ച് വന്ന PT റഹീം ഇടത് സ്വതന്ത്രനായി CPM സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച് കേരള രാഷ്ട്രീയത്തെ ഞെട്ടിക്കുന്ന തരത്തിൽ ആ തരത്തിലുള്ള ഒരു വിജയം, ഒരു അട്ടിമറി വിജയം കൊടുവള്ളിയിൽ സാധ്യമാക്കിയത്, ഇടതുപക്ഷം സാധ്യമാക്കിയത്. പക്ഷേ പിന്നീട് 2011 തെരഞ്ഞെടുപ്പിൽ LDFിൽ നിന്നും മണ്ഡലം കൈമോശം പോയി. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഉമ്മർ മാസ്റ്റർ അവിടെ വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. തിരിച്ച് മുസ്ലിം ലീഗിലേക്ക് തന്നെ ആ മണ്ഡലം പോയി. പിന്നീടാണ് 2016 അതിന് മുന്നോടിയായി കൊടുവള്ളി മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റായിരുന്ന ഈ കാരാട്ട് റസാഖ് ഈ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള പാർട്ടിയിലെ ആഭ്യന്തര വിഷയങ്ങളിൽ തർക്കം ഉണ്ടാവുകയും പിന്നീട് മുസ്ലിം ലീഗിൽ നിന്നും രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പിന്നീടാണ് PT റഹീമിന് സമാനമായി മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ച് വന്ന കാരാട്ട് റസാഖിനെ ഇടതുപക്ഷം CPM അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത്. ഇത് വലിയ ആ കാലഘട്ടത്തിൽ വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു. കാരണം PT റഹീമിന്റെ പിൻഗാമിയായി രണ്ടാമതായി ചരിത്രം ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതിലൊരു വിലയിരുത്തൽ ഉണ്ടായി. മുസ്ലിം ലീഗിൽ നിന്നുള്ള വലിയൊരു വിഭാഗം കാരാട്ട് റസാഖിനൊപ്പം നിൽക്കുകയും ആ തരത്തിൽ മുസ്ലിം ലീഗിന് വലിയ രാഷ്ട്രീയമായി തിരിച്ചടി ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാവുകയും ചെയ്തു. ഇഞ്ചോടിഞ്ച് മത്സരമായിരുന്നു നടന്നിരുന്നത്. 500-ൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ വിജയിച്ചു കയറാൻ കാരാട്ട് റസാഖിന് കഴിഞ്ഞത്. മുസ്ലിം ലീഗിന് ഒരു ഘട്ടത്തിൽ തിരിച്ചുപിടിച്ച മണ്ഡലം കാരാട്ട് റസാഖിന്റെ രംഗപ്രവേശത്തോടുകൂടി മുസ്ലിം ലീഗിന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ തരത്തിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു, വിജയമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ വിജയമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, കൊടുവള്ളി കേന്ദ്രീകരിച്ച് ഇതിനു മുമ്പ് കുറച്ച് കാലങ്ങളായി വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു. അതിലൊരു കഥാപാത്രം അല്ലെങ്കിൽ അതിലൊരു പ്രധാന കേന്ദ്രം കൂടിയായിരുന്നു കാരാട്ട് റസാഖ് എന്നുള്ളത് തന്നെയാണ്. നാമെല്ലാം റിപ്പോർട്ട് ചെയ്ത പല സംഭവ വികാസങ്ങളും അവിടെ ഉണ്ടായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി അവിടെ ജാഥയിൽ കൊടുവള്ളിയിൽ മിനി കൂപ്പർ കാറിൽ കാരാട്ട് റസാഖിന്റെ മണ്ഡലത്തിൽ അവിടെ കാറിൽ കയറിയതുമായി ബന്ധപ്പെട്ട് പലവിധ ആരോപണങ്ങളും ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ തരത്തിലെല്ലാം കൊടുവള്ളി എല്ലാ കാലത്തും ഒരു രാഷ്ട്രീയ വിവാദ കേന്ദ്രമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായെന്നോണമാണ് ഈ ഒരു വിധിയും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളത്. അതായത് അട്ടിമറി വിജയത്തിലൂടെ വീണ്ടും മുസ്ലിം ലീഗിൽ നിന്നും തിരിച്ചുപിടിച്ച മണ്ഡലം, CPM തിരിച്ചുപിടിച്ച മണ്ഡലം ഇപ്പോൾ അവർക്ക് കൈമോശം, കോടതി വിധിയിലൂടെ ഇപ്പോൾ കൈമോശം വന്ന ഒരു സാഹചര്യം. ഇത് വലിയ രാഷ്ട്രീയ ഒരു ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വിഷയം തന്നെ ആയി മാറുകയും കൂടിയാണ്. രേണുക, ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്. കൊടുവള്ളി MLA കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. എതിർ സ്ഥാനാർത്ഥിയായിരുന്ന MA റസാഖിനെതിരെ അപകീർത്തികരമായ വീഡിയോ പ്രദർശിപ്പിച്ചു എന്ന പരാതിയിലാണ് ഹൈക്കോടതി നടപടി. 2 വോട്ടർമാർ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ കോടതി ഉത്തരവുണ്ടായിരിക്കുന്നത്. അപ്പീൽ നൽകുന്നതിനായി വിധി തൽക്കാലത്തേക്ക് സ്റ്റേ
സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 30 ദിവസത്തെ സമയമാണ് കോടതി നൽകിയിരിക്കുന്നത്. 25-ന് നിയമസഭാ നടപടികൾ ആരംഭിക്കാനിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൽ കാരാട്ട് റസാഖിന് MLA എന്ന നിലയിൽ പങ്കെടുക്കാം, പക്ഷേ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ കഴിയില്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. സുപ്രീംകോടതിയിൽ നിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കാരാട്ട് റസാഖ് പ്രതികരിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളാണ് എൻ ശ്രീനാഥും മുഹമ്മദ് ഷഹീദും നൽകിയത്. കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് മുസ്ലിം ലീഗ് അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ നടത്തിയ നുണപ്രചരണങ്ങൾക്കുള്ള തിരിച്ചടിയാണ് കോടതി വിധിയെന്ന് ലീഗ് നിയമസഭാ കക്ഷി നേതാവ് MK മുനീർ പറഞ്ഞു. കഴിഞ്ഞ നിയമസഭയിൽ സ്പീക്കർ ഷാജി വരുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന് അറിയാൻ ഞങ്ങൾ താല്പര്യം.